കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 23 വാക്യം. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നോക്കും. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. യെശയ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെപ്പറ്റി പരാമർശിച്ച അനുഗ്രഹീതമായ ഒരു പ്രവചന ശബ്ദം. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. ചില പ്രവൃത്തികൾക്കായിട്ട്, ചില വിടുതലുകൾക്കായിട്ട്, ചില വാഗ്ദത്വങ്ങൾക്കായിട്ട് ദൈവമക്കളായി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥനയോടെ കാത്തിരിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തുവാ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇവിടെ അത് തന്നെയാണ് തിരുവചനം, ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാവിലൂടെ പറയുന്നത്. എനിക്കായി കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവപ്രവൃത്തിക്കായിട്ട്, ദൈവിക വിടുതലുകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? അങ്ങനെ കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാത്തിരുന്ന് വിടുതൽ പ്രാപിച്ച അനേകം തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പലപ്പോഴും ഈ തലമുറ പറയപ്പെടുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ഇപ്പോൾ ഒരു നന്മ അനുഭവിച്ചില്ലെങ്കിൽ എപ്പോഴാണ് അനുഭവിക്കേണ്ടിയത്? ഈ കാലത്ത് ഒരു നന്മ, ഒരു സന്തോഷം അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് നമുക്ക് ഒരുക്കി വയ്ക്കുന്നതൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അല്ലേ? എന്നാൽ തിരുവചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അബ്രഹാം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നത് നീണ്ട 25 വർഷമാണ്. ആ വാഗ്ദത്തം അദ്ദേഹത്തിൻ്റെ മേൽ സാധ്യമായത് അദ്ദേഹത്തിൻ്റെ 100ാമത്തെ വയസ്സിലാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ കാത്തിരുന്നാണ് ആ അനുഗ്രഹം, നന്മ ബിബ്ലിക്കലായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പ്രാപിച്ചത്. അത്രത്തോളം കാത്തിരുന്നിട്ടാണ്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വർഷങ്ങളുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ മാസങ്ങളുടെ കാത്തിരിപ്പ്, ചില വിഷയങ്ങളെ പ്രതി നമ്മൾ കാത്തിരിക്കേണ്ടി വന്നാലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലാണ് നിന്റെ കാത്തിരിപ്പെങ്കിൽ നിശ്ചയമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി വരിക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. നമ്മൾ നോക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്കല്ലല്ലോ. മനുഷ്യൻ്റെ മുഖത്തേക്കാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരിക്കലും അത് നമുക്ക് സാധ്യമായി വരണമെന്നില്ല. എന്നാൽ ദൈവമുഖത്തേക്കാണ് നീ നോക്കുന്നതെങ്കിൽ ആ വിഷയത്തിനകത്ത് പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരണം, അല്ലേ? അല്ല, സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഒരു മുടന്തൻ്റെ അടുക്കൽ പത്രോസ് യോഹന്നാനും വന്നു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ? ആ മുടന്തൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നോക്കി എന്നുള്ളതാണ്, അല്ലേ? എന്നാൽ അവരിലൂടെ ദൈവം കൈമാറിയ വിടുതൽ എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമായിരുന്നില്ല. പകരം ഒരു അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ നടക്കപ്പെടുവാൻ, അല്ലെ സ്തോത്രം, അല്ലെ ഒരിക്കലും ആ വിഷയത്തെ പ്രതി അവൻ ഭാരപ്പെടാതിരിപ്പാൻ, അല്ലെ സ്തോത്രം, അനേകം വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നൊരു വിടുതൽ അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ നീ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രാർത്ഥനയോടെ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു കുടുംബത്തെ നമുക്കറിയാം, ഒരു ദമ്പതിമാരെ നമുക്കറിയാം, അല്ലേ? ആര്? സക്കറിയാവും എലിസബത്തും. വളരെ കാത്തിരുന്നവർ പ്രാർത്ഥിച്ച് ഒരുപക്ഷെ അവരുടെ ഹൃദയം പോലും മടുത്തുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ധൂപം കത്തിക്കാൻ വേണ്ടി വിശുദ്ധ സ്ഥലത്ത് വന്നു നിൽക്കുന്ന സമയത്ത് സക്കറിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, സക്കറിയാവ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന, വർഷങ്ങൾ കൊണ്ട് അല്ല സ്തോത്രം, അല്ലെ ഒരു ദൈവപ്രവർത്തിക്ക്, ഒരു വിടുതലിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന അല്ല സക്കറിയാവിൻ്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, അല്ല നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടിയുമായി തൻ്റെ ദൂതനെ ദൈവം അയക്കുന്ന ദിവസം ഇന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, അല്ല സ്തോത്രം, മടുത്തു പോകാതെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം
സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. കർത്താവേ സ്തോത്രം. ഒരു വിടുതലിന്, ഒരു നന്മയ്ക്ക്, ഒരു ഉദ്ധാരണത്തിന്, ഒരു ഉയർച്ചയ്ക്കായിട്ട് ദൈവപദ്ധതിക്കോട് കാത്തിരിക്കുന്ന അനേക വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കർത്താവേ, ഇന്ന് അവരുടെ വിഷയത്തിനകത്തൊരു മറുപടി ദൈവം കൊടുക്കണമേ. കർത്താവേ, അബ്രഹാമിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം, സഖറിയാവിൻ്റെ എലിസബത്തിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ വിഷയങ്ങളിൽ അവിടെ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.